ഹലോ അസ്സലാമു അലൈക്കും, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോയിൽ ഡേറ്റ് സിറപ്പ് എങ്ങനെ കളക്ട് ചെയ്യുന്ന ഒരു മൊലാസസ് എന്നൊക്കെ പറയും, ഒരു ശർക്കര പാനീയം പോലെ സീറ കളക്ട് ചെയ്യുന്ന വീഡിയോ ആണ്. അത് തികച്ചും ഒരു ട്രഡീഷണൽ വേയിലാണ് കളക്ട് ചെയ്യണത്. ഒരുപാട് ആളുകൾ കുക്ക് ചെയ്തിട്ട് അതിന് അരിച്ചെടുത്തിട്ടാണ് സീറ കളക്ട് ചെയ്യൽ. പക്ഷേ ഇതൊരു ട്രഡീഷണൽ മെത്തേഡാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണും. ഒരു വ്യത്യസ്തമായ വീഡിയോ ആണ് ഡേറ്റ്സിൻ്റെ സിറപ്പ് എടുക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത് നമ്മൾ ഈ വർഷത്തെ ഈത്തപ്പഴം സീറ എടുക്കാൻ വേണ്ടിയിട്ട് മരത്തിൻ്റെ മുകളിൽ സൂക്ഷിച്ച് വെച്ചായിരുന്നു. അപ്പോൾ ഇത് മരത്തിൻ്റെ മുകളിൽ നിന്ന് പഴുത്ത് ഏകദേശം നല്ല പഴുപ്പായിട്ടില്ല. ഈ ഒരു പഴുപ്പിൽ നമ്മൾ എടുത്തിട്ട് ഇനി ക്ലീൻ ചെയ്യണം. പൗഡറുണ്ട്. ഈ പൗഡറൊക്കെ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് എഴുതാൻ കളറൊക്കെ ഉണ്ടല്ലോ. പകുതി പച്ച പകുതി പോത്തൊക്കെ ഉണ്ട് ഇതിലുണ്ടല്ലേ. നല്ല രുചിയാണ്. അപ്പോൾ നമ്മൾ 2 ദിവസം മുമ്പ് നമ്മൾ വെയിലത്ത് ഉണക്കാട്ട ഈത്തപ്പഴമാണിത്. അപ്പോൾ നമ്മളിത് ചാക്കിലാക്കിയിട്ട് നമ്മൾ സീര എടുക്കാനുള്ള പ്രോസസ്സ് ചെയ്യണം. അത് നമ്മൾ ഇത് ചാക്കിലാക്കി നല്ല കെട്ടിയതിന് ശേഷം നമ്മൾ ഇനി അരിപ്പയിലിട്ടിട്ട് അതിന് മുകളിൽ ഭാരം വെക്കും. പിന്നെ സീര വരുന്ന പിന്നെ ഇൻഷാല്ലാ കാണിക്കാം. എത്ര കിലോ ഉണ്ടാവും? ഒരു 12 കിലോ ഉണ്ടാവും. 12 കിലോന്ന് എത്ര സീറ കിട്ടും? 12 കിലോന് ഒരു 500 ഗ്രാം കിട്ടിയാൽ കിട്ടും. 500 ഗ്രാം സീറ കിട്ടുള്ളൂ കേട്ടോ. ഈത്തപ്പഴം എല്ലാം നല്ല ചാക്കിലാക്കിയിട്ടുണ്ട്. തുണിയുടെ സഞ്ചിയാണ് ഏറ്റവും നല്ലത്. സഞ്ചിയിൽ നിറച്ച് ഇനി നല്ല ടൈറ്റായിട്ട് കെട്ടണം. ചാക്കിലാക്കിയതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടുകയല്ലേ. ഇനി ഈ പ്രഷറിൽ ഇതിൻ്റെ മേലൊരു ഭാരം വെച്ച് കഴിഞ്ഞാൽ സീറ ഇതിലൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങും. ചാക്കിലാക്കി കെട്ടിയതിന് ശേഷം നല്ല അടിച്ച് പരത്തണം അല്ലേ. ഇങ്ങനെ നല്ല ദമ്മാക്കി വെക്കണം. അപ്പോൾ നമ്മൾ തെരിക മോഡലായി. ഇനി നമ്മൾ അരിപ്പയിലേക്ക് മാറ്റി കേട്ടോ. ഇപ്പം തന്നെ സീറ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അടിച്ച് പരത്തി ചാച്ച ഈത്തപ്പഴം ഒരു അരിപ്പയിലോട്ട് മാറ്റാം. താഴെ ഒരു പാത്രം വെച്ചിട്ടാ സീറ ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മേലെ ഭാരം കയറ്റി വെക്കല്ലേ. മേലെ ഒരു തുണി കൊണ്ട് മൂടുക, അല്ലെങ്കിൽ കച്ചറ എല്ലാം വരും അകത്തേക്ക്. പിന്നെ ഈച്ച ഉറുമ്പൊക്കെ വരും കേട്ടോ. ഉറുമ്പ് വരുന്നതിനൊരു പാത്രത്തിൽ എല്ലാ കാലിലും ഞങ്ങൾ വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ടേബിളിൻ്റെ മേലെയാണ് പരിപാടി. നല്ല വെയിറ്റുള്ളൊരു ഭാരം തന്നെ വെക്കണം കേട്ടോ. ഒരു 20 കിലോൻ്റെ വെയിറ്റ് വെച്ചിട്ടുണ്ടാവില്ലേ മേലെ. ഇത് വെയിലത്ത് വെക്കല്ലേ. നാളത്തെ ഒരു ദിവസത്തെ മുഴുവൻ വെയിലുള്ളട്ടെ. അതിന് ശേഷം സീറ വരാൻ തുടങ്ങും. നാളെ നോക്കാം ബാക്കി. ഒരു അരിപ്പുണ്ട്, അതിന് താഴെ ഒരു പാത്രമുണ്ട്. നമ്മൾ ഉപയോഗിക്കാനുള്ളതുകൊണ്ടാണ് നമ്മളത് വൃത്തിയിൽ ചെയ്യുന്നത്. നല്ല ഉച്ച നേരമാണ്. ഞങ്ങൾ പൊക്കി വെക്കട്ടെ. സീറ എത്രത്തോളം ഇത് വിളിക്കണുള്ളത് താഴത്ത് ഇറങ്ങിയിട്ടുണ്ടാവും. തുടങ്ങിയിരിക്കണം. വൈകുന്നേരം ആകുമ്പോഴത്തേന് ഒരു ദിവസത്തെ ഫുള്ള് വെയിൽ കൊണ്ടിട്ട് ഞങ്ങൾ വൈകുന്നേരം തുറന്നു നോക്കാൻ പോവാണ്. സീറ എത്രത്തോളം വന്നിക്കണമെന്ന് നമ്മൾ നോക്കാം. ഇതാണ് ഒറിജിനൽ ഈത്തപ്പഴത്തിൻ്റെ സീറട്ടാ. ഈ തട്ടിൻ്റെ ഉള്ളിൽ കൂടെ താഴത്തേക്ക് ഇറങ്ങണം. നാച്ചുറൽ. ഇഷ്ടംപോലെ മാഷാഅല്ലാ. ഉണ്ട് സാധനമുണ്ട്. ഇതാണ് ഒറിജിനൽ ഈത്തപ്പഴത്തിൻ്റെ സീറ. ഉണ്ടോ? 100% നാച്ചുറൽ. അത് ദിവസം കുടിച്ചു നോക്കാം. തേന് പോലെ ഉണ്ട് അല്ലേ. പക്ഷേ ഈത്തപ്പഴം നമുക്ക് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഈത്തപ്പഴം ഉപയോഗിക്കാം. ഇത് 2-3 ദിവസം വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കിട്ടില്ല. നാളെയും കൂടി വെച്ചാലേ നല്ല വെയിലടിച്ച് കഴിഞ്ഞാൽ ചൂടാവണം. ഇതിപ്പോൾ നല്ലത് ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ ഒലിച്ച് വരുന്നുണ്ട്. കേട്ടോ, സൈഡിൽ കൂടെ ഒലിച്ച് വരുന്നുണ്ട്. സൈഡിൽ കൂടെ വലിച്ചു തരേണ്ടത്.
കേക്കിന് ഇതാ വെച്ചേരണം. ചാക്കിൻ്റെ അടിയിലൊക്കെ വരണ്ട്. നല്ല ചൂടാവണം. ശരിക്കും തേൻ തന്നെ അല്ലേ? തേന മാതിരി തന്നെയാണ്. നല്ല ചക്കര ചോറൊക്കെ ഉണ്ടാക്കല്ലേ? ചക്കര ചോറ് ഉണ്ടാക്കണം. ചായയിലിട്ട് കഴിക്കുക, സാലഡിൻ്റെ കൂടെ കഴിക്കുക. തേനിൻ്റെ ഉപയോഗം എന്തൊക്കെ ചെയ്യുക അതൊക്കെ ചെയ്യാം. ഭയങ്കര മധുരട്ടാണ് ശരിക്കും. ഹണി മത്ത് പിടിക്കട്ടെ അത് കഴിച്ചാൽ. 100% നാച്ചുറൽ.